ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തമിഴ്ലൈനെ കണ്ടതുപോലെ ഫേസ്ബുക്കിലെ ഏണിങ്സിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടാൽ നമുക്ക് എങ്ങനെ ഏണിങ്സ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓൾറെഡി ഞാനൊരു ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ഫോട്ടോ ഇട്ടിട്ട് 10 ഡേയ്സ് കൊണ്ട് നമുക്ക് കിട്ടിയ ഏണിങ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതാണ്ട് $200 മേലെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതാണ്ട് $200 എന്ന് പറയുമ്പോൾ ഇന്നത്തെ മീൻസ് ഡോളർ റേറ്റും നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി കിട്ടുന്ന നമ്മുടെ അക്കൗണ്ടിൽ കയറുന്ന ഒരു കണക്കൊക്കെ വെച്ച് നമുക്ക് ഒരു 85 ഇട്ട് കൂട്ടുവാണെങ്കിൽ നമുക്ക് ഏതാണ്ട് 17,000 മേലെയൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അതും 10 ഡേയ്സ് കൊണ്ടാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതൊരു ഫോട്ടോയിൽ നിന്നാണ് നമ്മൾ ഏൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഫോട്ടോ ഇട്ടിട്ട് നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ യൂട്യൂബ് മോണിറ്റൈസേഷനെ കുറിച്ചൊക്കെ എല്ലാവർക്കും ഏതാണ്ട് ഐഡിയ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ആയവർക്കും അല്ലെങ്കിൽ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആക്കാൻ ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഇൻകം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഞങ്ങൾ ചെയ്യുന്ന ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു സബ്ജക്റ്റ് എടുത്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ പേജിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫോളോവേഴ്സും ആ കണ്ടന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്യേണ്ട സമയത്ത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സബ്ജക്റ്റിന് എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയുന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മലയാളത്തിൽ ഒരു ക്യാപ്ഷൻ എഴുതി നമ്മളൊരു കണ്ടന്റ് പോസ്റ്റ് ചെയ്താൽ ചിലപ്പം മറ്റു രാജ്യങ്ങളിലോട്ട് എത്താം. കാരണം അത് മലയാളികളെ മാത്രമേ അട്രാക്ട് ചെയ്യുള്ളൂ. പക്ഷേ അതേ സമയത്ത് അത് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ ചെല്ലുമായിരിക്കും. പക്ഷേ എന്നാലും നമുക്ക് മലയാളികളിലാണ് കൂടുതലും റീച്ച് കിട്ടുക. നമ്മളൊരു യൂണിവേഴ്സൽ ആയിട്ട് ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ രാജ്യത്തിലുള്ള ആൾക്കാരെയും നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഫോളോവേഴ്സ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റുകൾ അത്ര നല്ല സബ്ജക്റ്റ് ആയിരിക്കണം, സബ്ജക്റ്റിന് അത്രയും നല്ല റീച്ച് കിട്ടുന്നതായിരിക്കണം, അതുപോലെ നല്ല എൻഗേജ്മെൻറ്റ് കിട്ടുന്ന സബ്ജക്റ്റുകളായിരിക്കണം. അതുപോലെ ആ നമ്മുടെ സബ്ജക്റ്റ് നമ്മളിടുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മളിടുന്ന കണ്ടന്റുകൾക്ക് ഒത്തിരി ദൂരം സഞ്ചരിക്കാൻ കഴിയണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദൂരത്ത് പോകുന്നു അതനുസരിച്ച് നമുക്ക് ഏണിങ്സ് കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സബ്ജക്റ്റ് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിനൊരു ക്യാപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നല്ല ക്യാപ്ഷൻസ് കൊടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഫർ ചെയ്യാം. പക്ഷേ അതിൽ നിന്നും കിട്ടുന്ന ക്യാപ്ഷൻസിനേക്കാളും കുറച്ചുകൂടെ നല്ലതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളത് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് അതിൽ നിന്ന് റീച്ച് കിട്ടാൻ സാധിക്കും. പിന്നെ അതുപോലെ നമ്മൾ ക്യാപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നമുക്ക് ഇംഗ്ലീഷിലൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. ഇനിയിപ്പോൾ മലയാളം മാത്രമാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെയും നമുക്ക് തുടങ്ങാം. കാരണം ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് കാണിക്കാറുണ്ട്. മറ്റ് ലാംഗ്വേജിൽ നിന്ന് വരുന്ന പോസ്റ്റുകളെല്ലാം നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ കുറച്ച് ഇംഗ്ലീഷ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് അതനുസരിച്ച് ഏണിങ്സും ബെനിഫിറ്റ്സും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല വ്യൂസും എൻഗേജ്മെൻറ്റും എല്ലാം നമ്മുടെ പേജിന് കിട്ടും. അതനുസരിച്ച് നമുക്ക് ഫോളോവേഴ്സിനെയും കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ആ സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം നമ്മൾ പോസ്റ്റ് ചെയ്യുക. അല്ലാണ്ട് കാണുന്നതും എല്ലാ ചപ്പുചവറുകളെല്ലാം പോസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കരുത്. കാരണം അങ്ങനെ പോസ്റ്റുകൾ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫോളോവേഴ്സിനെ നമുക്ക് നഷ്ടപ്പെടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേജ് അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആ ഒരു സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ മറ്റ് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ അത് അൺഫോളോ ചെയ്ത് പോകും. അങ്ങനെ നമ്മുടെ ഫോളോവേഴ്സ് കുറയും. ഫോളോവേഴ്സ് കുറയുന്നതനുസരിച്ച് വ്യൂസും എൻഗേജ്മെൻറ്റും എല്ലാം കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റ് സബ്ജക്റ്റുകളെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇടരുത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ആ സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല ക്ലാരിറ്റിയുള്ള ഇമേജുകൾ എടുക്കുക, അതിന് നല്ല ക്യാപ്ഷൻസ് കൊടുക്കുക. നമ്മൾ ഇമേജുകൾ വേണമെങ്കിൽ നമുക്ക് ഒത്തിരി ആപ്പുകളൊക്കെ ഉണ്ട്, അതിൽ നിന്നെല്ലാം ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും കൂടെ കുറച്ചുകൂടെ നല്ലതാണ്. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കവിടെ ഒറിജിനൽ കണ്ടന്റ് ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ ബെനിഫിറ്റ്. നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരല്ലേ. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, ഇപ്പോൾ ഒരു ഇമേജ് കണ്ടു, അതിനൊരു ക്യാപ്ഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നോക്കി ചിലപ്പോൾ നമുക്ക് അത് എന്താ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ അതിനൊരു ക്യാപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലോ അത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ ക്യാപ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ റെഫർ ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് മീൻസ് എവിടെന്നെങ്കിലുമൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്തോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ അങ്ങനെ ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ക്യാപ്ഷൻസ് എല്ലാവരും കണ്ടതായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി എല്ലാവരും വായിച്ച് കേട്ടിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അതിന് അത്രയ്ക്കും ശ്രദ്ധ കിട്ടണമെന്നില്ല. അതേ സമയത്ത് ഒരു ക്യാപ്ഷൻ ഇടുന്ന സമയം നമ്മുടെ ലൈഫിലൂടെ എന്തെങ്കിലും കടന്നുപോയ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ വ്യൂസ് നമുക്ക് കിട്ടും. പിന്നെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പോസ്റ്റുകൾ ഇടാതിരിക്കുക. നമ്മൾ തുടക്കത്തിൽ കുറച്ച് പോസ്റ്റുകളായിട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളൊരു ടൈം വെക്കുക, 1 hour അല്ലെങ്കിൽ 2 hour, അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്ത് വരിക.
പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് കിട്ടി, ഞാനൊരു 10 ഫോട്ടോ അങ്ങ് അപ്ലോഡ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതുകൊണ്ട് കാര്യമില്ല. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ അതിൽ നിന്നും നമ്മുടെ ഏതെങ്കിലും ഒരു പോസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ കണ്ടിന്യൂസ് പോസ്റ്റുകൾ അവരുടെ പ്രൊഫൈലിലോട്ട് ചെന്ന് കഴിയുമ്പോൾ അവരത് നമ്മളെ അൺഫോളോ ചെയ്യും. കാരണം ഇത് നമുക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് വരാൻ പാടില്ല. അപ്പോൾ റെഗുലർ ആയിട്ട് ഒരു ടൈം ഡിസ്റ്റൻസ് വെച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേജിൻ്റെ എൻഗേജ്മെൻറ്റും വ്യൂസും എല്ലാം കൂടും. അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ മോണിറ്റൈസേഷൻ കിട്ടും. അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ക്രൈറ്റീരിയാസ് എല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു പ്രൊഫൈലിനെ നമുക്ക് മോണിറ്റൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഓൾറെഡി മോണിറ്റൈസ് ആയവരോ ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിലോ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കണ്ടിന്യൂസ് പല പല പോസ്റ്റുകൾ ചെയ്താൽ നമ്മുടെ പേജിൻ്റെ റീച്ച് കിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു ഓഡിയൻസിനെ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഒരു സബ്ജക്റ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഓഡിയൻസിനെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അതുപോലെ ഏണിങ്സും കിട്ടും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ.